അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. കൂടെ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. 3 മിനിറ്റിൽ ഒതുങ്ങുന്ന രീതിയിലേ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ടിഫിൻ ബോക്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും നമ്മളെ ഒരു സർക്കിൾ ഷേപ്പിലുള്ള ആ ഒരു ടിഫിൻ ബോക്സാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഈ പ്രാവശ്യം മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ സ്ക്വയർ ഷേപ്പിൽ വാങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. ഇനി ഫ്രണ്ട്സൊക്കെ ഇനിയിപ്പം എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരേ കണക്ക് വരണമെന്നാണ് ആഗ്രഹം. നോക്കാം നമുക്ക്. എന്തായാലും എനിക്കമ്മ ആ ഒരു സ്ക്വയർ ബോക്സും സ്ക്വയറല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആ ഒരു ബോക്സ് എടുത്തു. നന്ദുവിന് ഒരു കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ. അങ്ങനെ അവിടെ നമ്മൾ വീട്ടിൽ വന്നു. ഒരാളെയും കൊണ്ട് കയറ്റിയിട്ട് ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവിടം വരെ ഒന്ന് പോകണം. എൻ്റെ അച്ചാമ്മയെ കയറ്റിയിട്ട് ഞങ്ങളൊന്നും കൂടി വീണ്ടും ട്രാവൽ. അപ്പോഴാണ് ഞങ്ങൾ വി പാർക്ക് കണ്ടത്. തിരിച്ചു വരുമ്പോഴും കണ്ടു. എന്തായാലും അതിൻ്റെ മുന്നിൽ കൂടെയല്ലേ പാസ് ചെയ്യും. പിന്നെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇവിടെ ഇംഗ്ലീഷ് മരുന്നൊന്നും അല്ല കേട്ടോ. പിന്നെ ഞങ്ങളിത് അവിടെ ഹോസ്പിറ്റലിലൊക്കെ കയറി എല്ലാം കാണിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് നന്ദുവിന് പല്ലുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ അവിടെയും ഹോസ്പിറ്റലിലും കാര്യങ്ങളും ഒക്കെ കയറിയിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലെത്തിയത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഓട്ടോ അവിടെ പാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട്. ഓട്ടോയിലാണ് കേട്ടോ പോയത്. പിന്നെ നമ്മൾ നേരെ പോയത് ലക്ഷ്മിയിലാണ്. വേറൊന്നിനുമല്ല, ഒരു ഇച്ചിരി ബദാം വാങ്ങിക്കാനാണ് നന്ദുവിന് ഭയങ്കര നിർബന്ധം. പിന്നെ തിരിച്ചു വന്നപ്പോഴാ ഞാൻ പറഞ്ഞില്ലേ വി പാർക്ക് കണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോ എടുക്കണം എന്ന് ഉള്ളത്. അങ്ങനെ അതും വീഡിയോ ഒക്കെ എടുത്ത് ഒരു ദിവസം കയറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വെക്കേഷന് മുമ്പ് കയറണം കേട്ടോ. പിന്നെ നമ്മൾ ഹോട്ടലിൽ വീണ്ടും പോയതാ. ഇത് കണ്ടില്ലേ, അവിടെ നല്ല സർവീസാണ് കേട്ടോ അവിടെ. പിന്നെ എടുത്ത ഫോട്ടോസൊക്കെ ഇതാണ്. അവിടെ വെച്ച് കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പല്ല് കാണിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. പിന്നെ നേരെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ഊരി വയ്ക്കുകയാണ്. വാച്ച് ആദ്യമേ ഊരി, എന്നിട്ട് മുടിയൊക്കെ അയ്യോ കെട്ടിയപ്പോഴാണ് എൻ്റെ അമ്മേ, മുഖമൊക്കെ കഴുകിയപ്പോഴാണ് കുറച്ചും കൂടി ആശ്വാസം വന്നത് അമ്മേ. ബണ്ണൊക്കെ പിന്നെ നമ്മുടെ മുഖമൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൈപ്പിൻ്റെ അവിടെ പോയി മുഖമൊക്കെ കഴുകി ഗൈസ്. വായൊക്കെ കഴുകി ചുണ്ടത്തെ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് തുടച്ച് ഐലൈനറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോഴാണ് ആശ്വാസം വന്നത്. ഇനി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.